കൃപ കിട്ടാൻ ബൈബിൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66 വചനമാണ്. അതായത് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. എന്നിട്ട് പറഞ്ഞേ, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. സ്ഥലപ്പെടുത്തി പറയും ഹല്ലേലൂയ. അപ്പൊ എന്തൊക്കെയാണ് ആത്മാവിൽ വേണ്ടത്? ഒക്കെ പറഞ്ഞ എളിമയും അനുതാപവും വേണം. എന്തൊക്കെ വേണം? എളിമയും അനുതാപവും വേണം. എളിമയെന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഞാൻ ദൈവമേ എല്ലാം അങ്ങ് തന്ന ദാനമാണ്, ഞാൻ ഒന്നുമില്ല, ഞാൻ ഒന്നുമല്ലാത്തവനാണ്, ഞാൻ ഒരു ഉപകരണമാണ്, ഞാൻ ഭാവിയാണ്, ഞാൻ വളരെ താഴ്മയോടെ ആഡംബരിക്കണം. യേശുവേ നന്ദി. എത്രമാത്രം താഴ്ന്നു നിൽക്കാമോ അത്രമാത്രം ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് അനുസരണമുള്ള കുഞ്ഞായിട്ട് മാറും. ശ്രമത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. പരിശുദ്ധ അമ്മയാണ് എളിമയ്ക്ക് ഏറ്റവും നല്ല മാതൃക നമുക്ക് കാണിച്ചു തന്നത്. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ 26 മുതൽ 36 വരെ വചനം വായിക്കുമ്പോൾ അവസാനം കാണാൻ പറ്റും 36, 37, 38 വചനമുണ്ട്. അതായത് പരിശുദ്ധം പറയുന്നുണ്ട്, ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം. അപ്പൊ അമ്മ എവിടെ നിൽക്കുന്ന ആരുടെ മനോഭാവത്തിലാണ്? ഒരു ദാസിയുടെ എത്രമാത്രം തന്നെ എളിമപ്പെടുത്താൻ പറ്റുമോ അത്രമാത്രം എളിമപ്പെടുത്തിക്കൊണ്ട് നിർത്തിക്കണം. സ്ഥലമെടുത്ത് പറഞ്ഞ യേശുവേ നന്ദി. അപ്പൊ നമ്മളിൽ ഉണ്ടാകേണ്ട എന്താണ്? തികഞ്ഞ എളിമ എന്ന മനോഭാവമാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. യേശു ആരാധന, ആരാധന, ആരാധന. പോലെ ഉച്ച സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഉച്ചത്തി കെട്ടാണ് സ്തുതിക്കുന്നത്. കെട്ടഴിയട്ടെ, 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 കെട്ടഴിയട്ടെ. അപ്പൊ എളിമ എന്ന ശ്രേഷ്ഠമായ മനോഭാവം അത് ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആര് നിറയുള്ളൂ? ആര് നിറയുള്ളൂ? കൃപ നിറയുള്ളൂ. ഇത് നിറയുള്ളൂ കൃപ. കൃപയെന്ന് ശരിക്കും പരിശുദ്ധ ത്രിത്വം ഓർത്തണം. അതായത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വചനവും 23-ാമത്തെ വചനം കൃപ എന്താണെന്ന് പറയുന്നുണ്ട്. അതായത് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ പാലിക്കുന്നു, അപ്പോൾ ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കും. അപ്പോൾ ഞങ്ങൾ പറയുമ്പോഴാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം വന്ന് നമ്മൾ വസിക്കും. അപ്പൊ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകള് പാലിക്കുന്നു, അപ്പോൾ ഞങ്ങൾ വന്ന് അവനില് വാസമുറപ്പിക്കും. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ ദാസിയുടെ മനോഭാവത്തോട് ദൈവസന്നിധിയിൽ നിൽക്കുന്നു. അമ്മ തമ്പുരാന്റെ വചനത്തിന് എളിമപ്പെട്ട് നിൽക്കുന്നു. അമ്മയുടെ പ്രാർത്ഥന, അമ്മയുടെ ആ നിപ്പാണ്, അമ്മയുടെ അനുസരണമുള്ള. അപ്പൊ അമ്മയെ കൃപ കിട്ടുന്നു. ആ കൃപ കിട്ടുമ്പോഴാണ് അമ്മയിലേക്ക് പരിശുദ്ധ ത്രിത്വം വരികയാണ്. പുത്രൻ തമ്പുരാൻ നിറയുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ പുത്രൻ തമ്പുരാനെ താമസിപ്പിക്കാനുള്ള ഇടമാക്കി ആരുടെ ശരീരം മാറ്റുന്നു? പിതാവായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ പുത്രൻ തമ്പുരാനെ താമസിപ്പിക്കുന്ന സ്ഥലമാക്കി പരിശുദ്ധ അമ്മയുടെ ശരീരത്തെ മാറ്റിയെടുക്കുകയാണ്. അതാണ് കൃപയുടെ പ്രവർത്തനം. ത്രിത്വത്തിന്റെ പ്രവർത്തനം അവിടെ ഉണ്ടാകുന്നുണ്ട്. ത്രിത്വം പ്രവർത്തിക്കുന്നുണ്ട്. സ്വരമേറ്റ് യേശുവേ നന്ദി. ഹല്ലേലൂയ. അപ്പൊ എളിമപ്പെടുക. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായത്തിന്റെ 30-31 വചനമുണ്ട്. വലിയൊരു വചനം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 30-31 വചനം. അഹങ്കാരി, ഞാൻ നിനക്കെതിരാണെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവം ആർക്കാണ് എതിര്? അതൊക്കെ പറഞ്ഞ ആർക്കെതിരാണ്? അഹങ്കാരിക്ക് ദൈവം എതിരാ. അപ്പോൾ കൃപ കിട്ടിയല്ല എന്തുണ്ടെങ്കിൽ പറഞ്ഞു, അഹങ്കാരമുണ്ട് എങ്കിൽ നമുക്ക് എന്ത് കിട്ടിയല്ല? കൃപ കിട്ടിയാൽ. സ്വരമത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. സ്വരമത്തിൽ ഹല്ലേലൂയ. അപ്പം അഹങ്കാരി, ഞാൻ നിനക്കെതിരാണെന്ന് സൈന്യങ്ങൾ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അഹങ്കരിക്കുന്നവൻ കാൽ തട്ടി വീഴും, അവനെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടായിരിക്കില്ല. അവൻ നഗരത്തിന് തീ വെക്കും, അത് ചുറ്റുമുള്ളവയെ വിഴുങ്ങും എന്ന് പറയുമ്പോൾ അഹങ്കാരമുള്ള ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനായിട്ട് സാധ്യമല്ല. സ്വരമത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. നല്ല വിഷയം വേണ്ടേ? ഹല്ലേലൂയ. ഉന്നതമായ വിഷയം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. കർത്താവേ ഞാൻ കൃപ തരണമേ. ഹല്ലേലൂയ. വചനം പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 7, 8, 9 വചനം പറയാം. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുക. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു മദ്യപാനി, അല്ലെങ്കിൽ പുകവലിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ജടിക ഭാവങ്ങൾ കഴിയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ധനാസക്തി അടിമപ്പെട്ട വ്യക്തി, ഈ വ്യക്തിക്ക് എന്തുകൊണ്ടാണ് കൃപ കിട്ടാറ്? ചിലർക്ക് കൃപ കിട്ടാറ്, ചില കിട്ടാറുണ്ട്. കൃപ കിട്ടുന്നതിന്റെ കാരണം ആ വ്യക്തി എളിമപ്പെടുന്നതുകൊണ്ട്. നേരെ മറിച്ച് അഹങ്കാരം സ്വയം ന്യായീകരിച്ചുകൊണ്ട്, സ്വന്തം തെറ്റുകള് ന്യായീകരിച്ചുകൊണ്ട് ആ വ്യക്തി ദൈവസന്നിധിയിൽ നിൽക്കുന്നിടത്തോളം കാലം ആ വ്യക്തിക്ക് കൃപ
കിട്ടുമോ? ഒരിക്കലില്ല. സ്വന്തം പ്രവർത്തികളെ ന്യായീകരിച്ചുകൊണ്ട് നാളെ ഞാൻ കുടിക്കും, ഈ ധ്യാനം കഴിഞ്ഞിട്ട് ഞാൻ കുടിക്കും, ഇങ്ങനെയുള്ള അഹങ്കാരത്തിന്റെ ചിന്തകള് ആ വ്യക്തി തന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് എത്ര കാലം കഴിഞ്ഞാലും എന്ത് കിട്ടിയാലാ? അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യണം? തമ്പുരാനെ ചുങ്കക്കാരന്റെ മനോഭാവം ഉണ്ടായിരിക്കണം. സ്വരത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. ലൂക്കാസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ കൃപ കിട്ടുന്നൊരു വഴി പറയാണ്. ചുങ്കക്കാരൻ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കുക. എങ്ങനെ പ്രാർത്ഥിച്ചത്? കർത്താവേ പറഞ്ഞേ, പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൻ നീതീകരിക്കപ്പെട്ടവരെ എന്ന് വെച്ചാൽ അവന് കൃപ കിട്ടി എന്ന് പറഞ്ഞ് അവന് കൃപ കിട്ട് എളിമയുള്ള ഹൃദയത്തിലോട്ട് മാത്രമേ എന്തുള്ളൂ? കൃപയുള്ള. ശ്രമത്തിൽ ഹല്ലേലൂയ. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. തന്നെത്താൻ താഴ്ത്തുന്നവൻ അവൻ സ്വയം ഉയർന്നിരിക്കുന്നു. എനിക്ക് ദൈവത്തിന് സഹായം. തന്നെത്താൻ ഉയർത്തുന്നവൻ അവൻ സ്വന്തം കഴിവുകൊണ്ട് ആരെല്ലാം തന്നെത്താനും ഉയർത്തുന്നുവോ അവൻ കുറച്ച് കഴിയുമ്പോൾ അവൻ താഴ്ത്തപ്പെടുമെന്നും, എന്നാൽ ദൈവത്തിന്റെ കൃപയിൽ ദൈവത്തിന്റെ കാരണത്തിൽ ആശ്രയിച്ചുകൊണ്ട് കഴിയുന്നവനെ ദൈവം ഉയർത്തുമെന്നും ബൈബിൾ പഠിപ്പിക്കുന്നു, സുവിശേഷം പഠിപ്പിക്കുന്നു. സർവ്വപ്പെടുന്ന യേശുവേ നന്ദി. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. 2 കരം ഉയർത്തി സ്തുതിക്കട്ടെ. ഇന്ന് വലിയൊരു വിടുതൽ, വലിയൊരു അഭിഷേകമുണ്ട്. ഈ കൂട്ടായ്മയുള്ള മുഴുവൻ ആളുകൾ നിറയട്ടെ. ഇന്ന് ഈ മണ്ണിൽ കാല് കുത്തുന്ന മുഴുവൻ മക്കൾക്ക് അനുഗ്രഹം കിട്ടട്ടെ. പരിസരത്തുള്ള മക്കൾക്ക് പോലും അഭിഷേകം കിട്ടട്ടെ. ചുറ്റുപാടുള്ള മക്കൾക്കെല്ലാം അഭിഷേകം കിട്ടട്ടെ. സാത്താന്റെ കൂടാരം തകരട്ടെ, 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 തകരട്ടെ. യേശുവേ നന്ദി. ദൈവമേ സ്തുതിക്കുന്ന കർത്താവേ, അഹങ്കാരത്തിന്റെ ബന്ധനം ഞങ്ങൾ എടുത്തു കളയണമേ. അഹങ്കാരം എടുത്തു കളയണമേ. അഹങ്കാരം എടുത്തു കളയണമേ. അഹങ്കാരത്തിന്റെ പിശാചിനെ അവിടെ ബഹിഷ്കരിക്കണമേ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്ത് കൈയടിച്ചേ? നന്നായിട്ട് കൈയടിച്ചേ. പോരാ, വൃക്ഷത്തില് കരം ഉയർത്തി കൈയടിക്കട്ടെ. കരം ഉയർത്തി കഴിക്കട്ടെ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ നമ്മുടെ ജീവിതം സന്തോഷപ്രദമാകണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? കൃപ കിട്ടണം. നമ്മുടെ ജീവിതം ദൈവം കൃപ തരിക. ചില കുടുംബത്തിൽ കാണുള്ളൂ, ചില കുഞ്ഞുങ്ങൾക്ക് ദൈവം കൃപ കൊടുത്തിട്ടുണ്ട്. ചില മാതാപിതാ കൃപ കിട്ടും. സർവ്വത്തിൽ ഹല്ലേലൂയ. ചില ജീവിതങ്ങൾക്ക് ദൈവം എന്ത് കൊടുക്കുന്നു? കൃപ കൊടുക്കുന്നു. സർവ്വത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ ദാഹിച്ചു. അപ്പൊ അഹങ്കാരമുണ്ടെങ്കിൽ കൃപയ്ക്ക് പ്രവർത്തിക്കാം. അതുകൊണ്ട് കൃപ സ്വന്തമാക്കാൻ, ഈ അഭിഷേകം സ്വന്തമാക്കാൻ, ഒരു സൗഖ്യം പോലും സ്വന്തമാക്കാൻ, ഇവിടുന്ന് വന്നിരിക്കുന്നവർക്ക് സൗഖ്യം പോലും കിട്ടാൻ ബന്ധനം വഴി അവർ അഹങ്കാരം എടുത്ത് കളയണം. ശ്രമത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. ഞാനെന്ന പാപം എടുത്ത് കളയണം. എനിക്കെല്ലാം അറിയാം. ഞാൻ വലിയ കുടുംബത്തിൽ പറഞ്ഞ വ്യക്തിയാ. ഞാൻ എത്ര കണ്ടിരിക്കുന്നു, എത്ര കേട്ടിരിക്കുന്നു. അതല്ല അഹങ്കാരത്തിന്റെ ചിന്തകളാണ്. നമ്മൾ അഹങ്കാരം ഉണ്ടെങ്കിൽ കർത്താവ് അവനെ അകന്നു പോകും. അതാണ് നമ്മൾ വായിച്ച പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ 10-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് പറയും. അഹങ്കാരം കർത്താവിനെയും മനുഷ്യനെയും വെറുപ്പിക്കുന്നു. അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു. പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവന്റെ ശരീരം ജനനുണ്ട്. അവർ ജോലിയോർത്ത് അഹങ്കരിക്കുന്നു, സമ്പത്ത് മേലോർത്ത്, വീടിനെയോർത്ത് അഹങ്കരിക്കുന്നു, മക്കളെയോർത്ത് അഹങ്കരിക്കുന്നു, സൗന്ദര്യമോർത്ത് അഹങ്കരിക്കുന്നു, അല്ലെങ്കിൽ ജീവിത പങ്കാളിയോർത്ത് അഹങ്കരിക്കുന്നു, മാതാപിതാക്കളോർത്ത് അഹങ്കരിക്കുന്നു, ബിസിനസ് ഓർത്ത് അഹങ്കരിക്കുന്നു. നല്ല മാർക്ക് കിട്ടുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര അഹങ്കാരമാണ്. ചില കൊച്ചുങ്ങൾക്ക്, ചില ആൺകുട്ടികൾക്ക് നല്ല വേഷം ധരിക്കുമ്പോൾ ഭയങ്കര അഹങ്കാരമാണ്. വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളും അഹങ്കാരമാണ്. ചിലരുണ്ട് പള്ളിവരും ഭയങ്കര അഹങ്കാരമാണ്. ഒരു നല്ല കല്യാണം വെക്കുമ്പോൾ ഭയങ്കര അഹങ്കാരമാണ്. വീട്ടിലൊക്കെ അഹങ്കാരത്തിൽ സംസാരിക്കുന്ന അധ്യാപകരുടെ അഹങ്കാരം, വൈദികരുടെ മുമ്പിൽ പോയി ചില വ്യക്തികൾ സഭയുടെ പോലെ അഹങ്കരിക്കുന്നതാണ് അഹങ്കാരം. അപ്പൊ ഈ അഹങ്കാരമുള്ളവർക്ക് പറയുന്നുണ്ട്, അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാക്കണം. കൃപ നഷ്ടപ്പെടും. അഹങ്കാരം കുറച്ച് കഴിയുമ്പോൾ പോവും. എല്ലാം ധരിപ്പണോ എല്ലാം തീരും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും പ്രശ്നങ്ങൾ കൊണ്ട് ഞെരുങ്ങേണ്ടി വരും. ഭയങ്കര ഞെരുക്കത്തിലേക്ക് തള്ളിയിടപ്പെടും. സർവ്വത്തിൽ ഹല്ലേലൂയ. അഹങ്കാരിയുടെ ജീവിതം കുറച്ച് ഭയങ്കരമായ ഞെരുക്കത്തിലേക്ക്, പ്രതിസന്ധിയിലേക്ക്, അസ്വസ്ഥയിലേക്ക് തള്ളിയിടപ്പെടുന്ന കാണാൻ പറ്റും. സർവ്വത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. എനിക്കൊരു പയ്യൻ, അവന് വിദേശത്ത് ജോലി പോയി കഴിഞ്ഞപ്പോൾ അവന് വലിയ ജോലിയൊക്കെ കിട്ടി. അവൻ ജോലി കിട്ടി കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യയ്ക്ക് ഭയങ്കര ജോലി, ഭയങ്കര പണം, ഇഷ്ടം പോലെ പണം. ഇത് കിട്ടിയപ്പോഴത്തേക്കും അപ്പനെ എന്നെയൊക്കെ ഒരു പുച്ഛിച്ച് തള്ളുക, വീട്ടിലേക്കാരെ സഹോദരങ്ങളൊക്കെ പുച്ഛിച്ച് തള്ളുക, ഭയങ്കര പ്രശ്നം, ഭയങ്കര അഹങ്കാരം. അപ്പോഴേ ഈ അഹങ്കാരത്തിന് കൂട്ടി അവൻ സംഭവിച്ച ഒരു കൂട്ടുകെട്ടിപ്പെട്ടു. മദ്യപാന്മാരെ കൂട്ടുകെട്ടിപ്പെടുക. അവൻ കുടിച്ച് പതുക്കെ തുടങ്ങി. കുടിച്ച് ഇപ്പോൾ ഭയങ്കര കുടിയനായി തീർന്നു. അസ്വസ്ഥതയിലെ മനുഷ്യനായി, വലിയ പ്രശ്നത്തിലായി. 2-3 പ്രാവശ്യം ജയിലിൽ കയറേണ്ട വന്നു. പോലീസ് പിടിക്കേണ്ട അഹങ്കാരം. ഇന്നവൻ താഴ്ന്ന ധരിപ്പണമായി. ഈ ദിവസങ്ങളിൽ അറിഞ്ഞത് ഡൈവോഴ്സിലേക്ക് പോവാണ്. ആ കുടുംബം ഡൈവോഴ്സിലോട്ട് പോവാണ്. അഹങ്കരിച്ചത് കിട്ടി അടിയ. അഹങ്കരിച്ച് ആ പെങ്കൊച്ചത് ഭയങ്കര അഹങ്കാരമുള്ള കൊച്ചായിരുന്നു. അവളുടെ നാക്ക് ഭയങ്കരമാണ്, അവളുടെ സംസാരം ഭയങ്കരമാണ്. ജീവിത പങ്കാളെ പുച്ഛിച്ചു തരുന്നൊരു പെങ്കൊച്ചായിരുന്നു. ഒരുപാട് പ്രശ്നത്തോട് പോയി. അവസാനം ഈ അഹങ്കാരം എല്ലാം കിട്ടിയ വീട്, എല്ലാ സംഭവത്തിലുണ്ടായിരുന്ന കുടുംബം ഇന്നൊന്നും അല്ലാത്ത കുടുംബമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. സ്ഥിരപ്പെടുത്തി പറഞ്ഞ യേശുവേ നന്ദി. തകരാൻ
പോവാ. ഇന്ന് മുഴുവൻ അഹങ്കാരത്തിനാണ്. അഹങ്കരിക്കുന്നവർക്ക് സാമ്രാജ്യം കൈമാറി പോകുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക. വലതുകരം എഴുത്തി ശക്തമായിട്ട് ചോദിച്ചു. ഇന്ന് കർത്താവ് ഭയങ്കരമായിട്ട് അഭിഷേകം തരും. കൃപ കിട്ടാൻ പോവാം. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ആരാധന. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 5:5-7 വരെയുള്ള വചനം. 1 പത്രോസ് 5:5-7 വരെയുള്ള വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവിന്റെ ശക്തമായ കരത്തിന് കീഴെ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങൾ ഉയർത്തിക്കൊള്ളു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ ബഹളമൊന്നും വെക്കണ്ടെന്നേ എന്റെ ആത്മീയ ശുശ്രൂഷകൾ ഞങ്ങളുണ്ട്. നമ്മളൊന്നും ബഹളം വെക്കണ്ട. തക്ക സമയത്ത് ആര് ഉയർത്തിക്കൊള്ളും? കർത്താവ് ഉയർത്തിക്കൊള്ളും. നമ്മളാരും നമ്മളെ തന്നെ ഉയർത്താൻ പോകണ്ട. ദൈവം തന്നെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. കർത്താവിന്റെ ശക്തമായ കരത്തിന് കീഴെ താഴ്മയോടെ നിൽക്കുവിൻ. കർത്താവിന് അതാണ് കൃപയ്ക്ക് കീഴെ നിൽക്കുക, കൃപയുടെ കീഴിൽ നിൽക്കുക, താഴ്മയോടെ നിൽക്കുക, എളിമയോടെ നിൽക്കുക. തക്ക സമയത്ത് ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും അഭിഷേകത്തിൽ ഉയർത്തിക്കൊള്ളും. സ്വരപ്പെടുത്തി പറഞ്ഞ യേശുവേ നന്ദി. പരിശുദ്ധാത്മാവ് നിറച്ചുകൊണ്ട് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതൊന്നും കിട്ടേണ്ടത് ഇവിടെ കൃപയാണ്. കൃപ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. നിങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവാ. സന്തോഷം കിട്ടുക. ചിലപ്പോൾ കുടുംബജീവിതത്തിൽ കൃപ കിട്ടണം. സ്വരപ്പെടുത്തി പറയാം ഹല്ലേലൂയ. മക്കൾക്ക് കൃപ കിട്ടണം. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. പഠനത്തിന് കൃപ കിട്ടണം. ഹല്ലേലൂയ. വാഹനം ഓടിക്കാൻ പോലും കൃപ കിട്ടണം. സ്വരപ്പെടുത്തി പറയാം ഹല്ലേലൂയ. ജോലി സ്ഥലത്ത് കൃപ കിട്ടണം. ഹല്ലേലൂയ. നേതൃത്വത്തിൽ കഴിയുന്ന വ്യക്തി കൃപ കിട്ടണം. ഹല്ലേലൂയ. സുവിശേഷ പ്രസംഗിക്ക് കൃപ കിട്ടണം. ഹല്ലേലൂയ. സ്വരപ്പെടുത്തി ഹല്ലേലൂയ. ദൈവം കൊടുക്കുന്ന ദാനങ്ങളാ, ദൈവാനുഗ്രഹങ്ങളാ. ഈ അഭിഷേകം കിട്ടുമ്പോൾ ഒരു വീട് പണിയാൻ കൃപ കിട്ടണം. അല്ലെങ്കിൽ എന്റെ കുഴപ്പം എന്താ? വീട് പണി കഴിയുമ്പോഴേക്കും വീട്ടിൽ മുഴുവൻ പ്രശ്നം. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. വസ്തു മേടിക്കാൻ കൃപ കിട്ടണം. കൃപ കിട്ടിയില്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വസ്തു മേടിച്ച് വലിയ പ്രശ്നമാകുകയാണ്. ഹല്ലേലൂയ. വിവാഹബന്ധം കൃപയോടെയാണ്. അല്ലാണ്ട് കാണുന്ന പെണ്ണിനെ കാണുന്ന ചെറുക്കനെ കൊണ്ടുവന്ന് കെട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമുണ്ടായിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും ചേരില്ല. ഇതെന്താ ഞാൻ ഓർക്കാറുണ്ട്. ഇതുപോലെ വിവാഹമോചനം വരുന്നത് എന്തുകൊണ്ടാ? പ്രേമിച്ചല്ല. നിങ്ങൾ തന്നെ പറയാം. പ്രേമിച്ചില്ല. എനിക്ക് നാളെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ നാളെ പറയാൻ എനിക്കൊരു 1200 പറഞ്ഞ ഓരോ മാസം എനിക്കൊരു 50ഓളം കേസുകൾ എന്റെ അടുത്ത് വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു മാസം ഒരു 50ഓളം കേസുകൾ വിവാഹമോചനവുമായി ബന്ധപ്പെടുന്ന കേസുകൾ എന്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർമ്മിക്കുക, അതിലും ഭൂരിപക്ഷം തന്നെ 70%-ലധികം കേസ് തന്നെ ശരിക്കും പറഞ്ഞാല് പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. പ്രേമിച്ച് കല്യാണം കഴിച്ചത് എന്താ? ഇനി വേർപിരിയാണ് കാരണം. അത് കൃപയില്ലാത്ത കല്യാണം. ദൈവ കൃപയിൽ ആണ്. പഞ്ചായത്തിൽ വെച്ചൊക്കെ പോയിട്ട് രജിസ്റ്റർ ഓഫീസിൽ ഒരു കല്യാണം. അവന് കൃപയില്ല, കഴിവ് മാത്രമേ ഉള്ളൂ. ഈ കഴിവെന്നുള്ളത് തീരുന്ന സംഭവമാണ്. കഴിവൊരിക്കലും ലാസ്റ്റ് ചെയ്യുന്നതല്ല. കഴിവ് എപ്പോഴും കുറച്ച് കഴിയുമ്പോൾ അതിന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഓരോ കഴിവിനും അതിനെ കുറച്ച് കഴിയുമ്പോൾ ആ കഴിവ് തന്നെ ഇല്ലാതായി തീരും. നമ്മുടെ ചില ഭക്ഷണങ്ങൾ ചില സമയത്ത് നമുക്ക് ചില ഭക്ഷണത്തോട് ഭയങ്കരമായ ആർത്തിയാണ്. താല്പര്യമല്ല. എന്താണ്? കുറച്ച് കഴിയുമ്പോഴോ ആ ഭക്ഷണത്തോട് നമുക്ക് അടുപ്പാണോ? അതാണ് ഭക്ഷണങ്ങളുടെ സ്വഭാവം. ചില സമയത്ത് ഇതിന് ഭയങ്കര ആർത്തിയാണ്. അത് അഴിച്ചില്ലെങ്കിൽ വീട്ടിൽ കിടന്ന് അടി പോലും ഉണ്ടാകും. യേശുവേ നന്ദി. ഭയങ്കര പ്രശ്നം ഉണ്ടാകും. പക്ഷെ കുറച്ച് ഈ ഭക്ഷണം വേണ്ട എടുത്ത് കളയുന്ന കാണാൻ ആ ഭക്ഷണം വേറെ ഭക്ഷണം തരാൻ പറയും. അതാണ് ഇന്നത്തെ പ്രേമബന്ധങ്ങൾ മുഴുവനും. പ്രേമബന്ധങ്ങൾ മുഴുവൻ ഒരു ഭക്ഷണാസക്തി പോലത്തെ ഒരു ആസക്തിയാണ് പ്രേമബന്ധങ്ങൾ മുഴുവൻ തന്നെ. അതുകൊണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളും നശിക്കാൻ പോവാം. നിങ്ങളുടെ നല്ല പൊന്നോമന മക്കൾക്ക് തകർച്ച സംഭവിക്കാൻ പോവാം. കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നെ നോക്കി കരയണ്ട, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കഴിയും. ഏതാനും നാളുകൾക്ക് ശേഷം ജെറുസലേം ആക്രമിക്കപ്പെടും. നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ അമ്മമാരും അപ്പന്മാരും പട്ടിണി കിടന്ന് ചാവെന്ന് പറയുമ്പോൾ അത് ആ അർത്ഥം അന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ദൂരവ്യാപകമായ അർത്ഥം കൊള്ളുന്നു. ഈശോ പറയാം, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരഞ്ഞുകൊള്ളുക. അത് കുറച്ച് ഇതിൽ നിന്ന് ഭക്ഷണാസക്തി പോലെയാണ്. കുഞ്ഞുങ്ങളിൽ ചില സ്നേഹാസക്തി കയറിയിരിക്കുന്നത്. സ്നേഹമല്ല, ആസക്തിയാണ്. സ്നേഹം വേറെ, ആസക്തി വേറെ. സ്നേഹം നോർമലാണ്. അവിടെ വേറൊരു പ്രത്യേകതയാണ്. പക്ഷേ മറ്റൊരു ആസക്തിയാണ്. അത് ജീവിതങ്ങളെ നശിപ്പിച്ച് തൂത്തുവാരിക. ഈ ദിവസങ്ങൾ എൻ്റെ അടുത്ത് ചില സംഭവങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കണ്ണുനീരൊരുക്കി അവസരം പഠിച്ച് പറയും ഹല്ലേലൂയ. ഒരു പെങ്കൊച്ച് അവള് പ്രേമിച്ച് അപ്പനോടും അമ്മയോടുള്ള വഴക്കുണ്ടാക്കിക്കൊണ്ട് അവൾ ഒരു കല്യാണം നടത്തി. ഒരു ഹിന്ദുവായ മകനെ കല്യാണം കഴിച്ചു. പ്രൈസ് ദി ലോർഡ്. വീട്ടുകാരുടെ ഒരു കാരണവശാലും സമ്മതിക്കല്. അത്രമാത്രം പ്രശ്നം പഠിച്ചൊരു കല്യാണമായിരുന്നു. ഇവിടെ ഇറങ്ങി ചാടി ഓളല്ലാതെ ഒന്നുമില്ല, അവനല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചു. 1.5-2 വർഷം മുമ്പ് കല്യാണം നടത്തിയതാണ്. അതിപ്പോൾ അവൾക്കൊരു കുഞ്ഞായി കഴിഞ്ഞപ്പോൾ അവന് ഇഷ്ടം നഷ്ടപ്പെട്ടു. അവനിപ്പോൾ ഇഷ്ടമില്ല. അവളെ ഇറക്കി വിട്ടു. അവൾ കുഞ്ഞുമായിട്ട് അവളുടെ വീട്ടിൽ നിൽക്കുന്നു. അവൻ ഈ സമയം കൊണ്ട് അവൻ വേറൊരു കല്യാണം പ്ലാൻ ചെയ്തു. കല്യാണം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവൾ ആത്മഹത്യയുടെ വർക്ക് നിന്നപ്പോൾ ആരോ പറഞ്ഞ് അത് കൊണ്ടുവന്നു.
ഓർമ്മിക്കുക. എന്തൊരവസ്ഥ! ഇതുങ്ങളോട് നമ്മൾ പറയും, മക്കളെ ഇത് ആസക്തി, ദുഷ്ടപിശാച, മനസ്സിലാക്കില്ല. അവിടെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു, കുടുംബത്തിൽ പ്രാർത്ഥന വേണം, അപ്പനമ്മ മക്കൾ തമ്മിൽ നല്ല സ്നേഹബന്ധം വേണം, നല്ല ഐക്യം വേണം. അപ്പം കുടിച്ച് നടക്കുമ്പോൾ ഓർത്തോണം, ആളെ കണ്ണുനീർ കൊടുക്കാൻ ഒരുക്കിക്കുള്ളൂ, വലിയ പാത്രങ്ങൾ ഒരുക്കിക്കുള്ളൂ, കരയാനുള്ള ഒരുക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ ചതിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ നല്ല സ്വഭാവം, നല്ല പ്രാർത്ഥനയും നിങ്ങൾ സൂക്ഷിച്ചോണം. അല്ലെങ്കിൽ ഇത് നശിക്കാൻ പോവുക. നാളെ മുതൽ നമ്മളിവിടെ കുട്ടികളുടെ ധ്യാനം നടക്കാൻ പോവുക. 520 കുഞ്ഞുങ്ങളുണ്ട്, ധ്യാനിക്കാൻ വരുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കൗൺസിലിംഗ് നടത്തി കഴിയുമ്പോൾ നിങ്ങൾ കാണാം, എൻ്റെ ദൈവമേ, ഒരു സംഭവം കറത്തീരാൻ പോവുക. കുടുംബജീവിതത്തിൽ ചില വിശ്വസ്തതയുണ്ട്. വിശ്വസ്തത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഭാര്യ ഭർത്താവ് അവർ തമ്മിലുള്ള സ്വാർത്ഥത എന്ന് പറഞ്ഞ സ്നേഹം പറഞ്ഞത് വിശുദ്ധമായ സ്വാർത്ഥത നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിതം അവസാനം കുത്തഴിഞ്ഞ ജീവിതമായിട്ട് മാറാൻ പോവുക. പെങ്കൊച്ചുങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കണം. പെങ്കൊച്ചുങ്ങൾക്ക് കൃപ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് പെങ്കൊച്ചുങ്ങൾക്ക് കൃപ നഷ്ടപ്പെട്ടു വാവിട്ട് കരയുക. സ്നേഹിച്ച് രക്ഷപ്പെട്ടു നോർത്തു, ജീവിതം മുഴുവൻ കൊടുത്തു സഞ്ചതി. അടുത്തൊരു സംഭവം വന്നിരിക്കുക, അവർക്കും അതിനേക്കാളും സങ്കടം വരികയാണ്. ഒരു കൊച്ച് ഒരുത്തിനായിട്ട് പ്രേമിച്ചു, ഭയങ്കര പ്രേമം, 4-5 വർഷമായിട്ട് പ്രേമം ജീവിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഇവളെല്ലാം കൊടുത്തു, ജീവിതം മുഴുവൻ കൊടുത്തു, എല്ലാ തെറ്റിലേക്കും കൊണ്ടുപോയി. അവൾ കല്യാണം കഴിക്കുക എല്ലാം ഒക്കെ പറഞ്ഞുകൊണ്ട് നീങ്ങി. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അവൾ അറിയുന്നത് ഇവൻ വേറൊരുത്തിയെ കല്യാണം കഴിച്ചു. അതോടെ ഇവളുടെ ജീവിതം സ്വപ്നത്തിൽ പോലും ആത്മഹത്യ അങ്ങനെ തീരുമാനിച്ചു. അപ്പം ദൈവത്തിന് അത്ഭുതകരമായിട്ട് തന്നെ ധ്യാന സെന്ററിൻ്റെ ഒക്കെ ദൈവത്തിന്റെ കൃപയതാ. ഇങ്ങനെ തകരാൻ പോകുന്ന ജീവിതങ്ങൾക്ക് ദൈവം കൊടുക്കുന്ന തളർന്നലോ വന്നു. എന്ത് ചെയ്യും? ആര് പറഞ്ഞാൽ മനസ്സിലാവും? തലേ കയറാൻ പറ്റുമോ? എന്തെങ്കിലും ഗ്രഹിക്കാൻ പറ്റുമോ? ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അത്രമാത്രം വേദനാവസ്ഥയിൽ കഴിയുന്നു. സർവ്വത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. 2 കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എന്നോട് ചോദിച്ചു, ശരിക്കും അവനോട് അവൻ എന്നേക്ക് വേണ്ടി ചാവും നിരുത്തനായിരുന്നു. അങ്ങനെ പറഞ്ഞു, എനിക്ക് വേണ്ടി ചാകാൻ പോലെ തയ്യാറായിട്ട് നിന്നവനായിരുന്നു. അവള് പറയാണ്, അവനെ എനിക്ക് വേണ്ടി എന്ത് സഹായവും ഏത് സമയം എന്നെ അതുപോലെ സംരക്ഷിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ ഇതെനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അച്ഛാ, എനിക്കത് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല അച്ഛാ. ആത്മഹത്യയെന്ന് എനിക്ക് ഉറപ്പെന്ന് പറയണ്ട. എനിക്ക് പ്രാർത്ഥിക്കണം ആ കുഞ്ഞിന് വേണ്ടി. കാരണം ഇതാണ് ഇന്നത്തെ കാലഘട്ടം. അതാണ് തിന്മയുടെ ചില പ്രത്യേകത. അതുകൊണ്ട് വിലപിടിപ്പുള്ള ചില അഭിഷേകങ്ങൾ കളയരുത്. അതുകൊണ്ട് നിങ്ങൾക്കുള്ള ചില അഭിഷേകങ്ങൾ നിങ്ങൾ കളയരുത്. വിശുദ്ധിയുടെ അഭിഷേകം അത് കളഞ്ഞാൽ എന്നേക്കായിട്ട് നഷ്ടപ്പെടും. പിന്നെ തിരിച്ചു കിട്ടാനൊരു സമയം കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കും. പക്ഷെ അത്ര എളുപ്പമല്ല തിരിച്ചു കിട്ടാൻ. മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടരുത്. മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകരുത്. ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു പോകരുത്. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. യേശുവേ പറഞ്ഞേ ഹല്ലേലൂയ.